ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റഡി ലബ്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ എനി വുമൺ എന്ന കവിതയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാപ്റ്ററിൻ്റെ പേരാണ് എനി വുമൺ. എഴുതിയിട്ടുള്ളത് കാതറിൻ ടൈനൻ ആണ്. ഇതൊരു പോയമാണ്. ഈ ഒരു പോയത്തിൽ പറയുന്നത് എല്ലാ കുടുംബത്തിലെ സ്ത്രീകളെ പറ്റിയിട്ടും സ്ത്രീകളുടെ റോളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അമ്മമാരെയും പറ്റിയിട്ടാണ് പറയുന്നത്. അമ്മമാരുടെ സ്നേഹത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകൾ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. വളരെ നല്ലൊരു പോയമാണിത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. എനി വുമൺ, കാതറിൻ ടൈനാനാണ് എഴുതിയിട്ടുള്ളത്. I am the pillars of the house, the keystone of the arch am I. Take me away and roof and wall would fall to ruin me utterly. ഈ കവിതയിൽ സംസാരിക്കുന്നത് തന്നെ ഒരു സ്ത്രീയാണ്. അപ്പം എന്താണ് ആദ്യത്തെ വരിയിൽ പറയണത്? I am the pillars of the house. ഞാനാണ് ഈ വീടിൻ്റെ പില്ലേഴ്സ്. പില്ലേഴ്സ് എന്ന് വെച്ചാൽ തൂണുകൾ. ഞാനാണ് ഈ വീടിൻ്റെ തൂണുകൾ. പിന്നെ പറയുന്നത് എന്താണ്? ദ കീസ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ. ആർച്ച് എന്ന് പറഞ്ഞാൽ ഒരു റാ ഷേപ്പിലുള്ള ഒരു കമാനം പോലുള്ളതാണ്. ആ ആർച്ചിലെ കീസ്റ്റോൺ ആണ് ഞാൻ. അതായത് ആ ആർച്ചിലെ സെൻറ്റർ ഭാഗം. ആ ഒരു കീസ്റ്റോൺ അവിടെ ഇല്ലെങ്കിൽ അത് പൊട്ടി വീണ് നാശാവും. അപ്പോൾ അതിലെ കീസ്റ്റോൺ പോലെയാണ് ഒരു ഫാമിലിയിലെ സ്ത്രീ. ഒരു വുമൺ ഫാമിലിയിൽ ഇല്ലെങ്കിൽ ആ ഫാമിലിയിൽ ഉറപ്പും സ്നേഹവും എല്ലാം പോകും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ സ്ത്രീ എന്താണ്? പില്ലേഴ്സാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു വീടിന് പില്ലർ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ വീട് പൊട്ടി വീഴും. അതുപോലെ തന്നെയാണ് ഒരു വീട്ടിൽ സ്ത്രീ ഇല്ലെങ്കിൽ അതും ഇതുപോലെ വീണു പോകും എന്നാണ് പറയുന്നത്. ടേക്ക് മീ എവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു ruin me utterly. എന്നെ ഇവിടെ നിന്നിട്ട് എടുത്തു മാറ്റി നോക്കൂ, അതിൻ്റെ റൂഫും അതുപോലെ തന്നെ വാളും എല്ലാം താഴെ വീണ് നശിച്ചു പോകും. അതായത് ഒരു പില്ലർ ആ ഒരു വീട്ടിൽ നിന്നിട്ട് നമ്മൾ മാറ്റിയിട്ട് വീടോ ബിൽഡിങ് എന്തോ ആയിക്കോട്ടെ, ഒരു പില്ലറിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ ഒരു ഇത് നിലനിന്ന് പോണത്. അപ്പോൾ അത് എടുത്ത് മാറ്റിയ പില്ലർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ റൂഫും വോളും എല്ലാം താഴെ വീണ് പോകും, നാശമായിട്ട് പോകും. അപ്പം അതാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിൽ സ്ത്രീയെ എടുത്തു മാറ്റി നോക്കുക, ആ ഒരു കുടുംബം പിന്നീട് അവിടെ നിലനിൽക്കില്ല, അതും പൊട്ടി വീണ് പോകുക എന്നൊരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. പോയത്തിൽ ഇതിൻ്റെ എല്ലാ സ്റ്റാൻസയിലും ഒരുപാട് പോയറ്റിക് ഡിവൈസുകളുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയറ്റിക് ഡിവൈസുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം. ഇതിൽ മെറ്റഫേഴ്സ് വരുന്നുണ്ട്, അനാസ്ട്രോഫി വരുന്നുണ്ട്, വിഷ്വൽ ഇമേജസും വരുന്നുണ്ട്. അതിൽ മെറ്റഫർ എന്താ നോക്കാം. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പില്ലേഴ്സിനൊക്കെ നമ്മൾ സ്ത്രീയുമായിട്ട് നമ്മളോട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് ഫസ്റ്റത്തിൽ നമ്മൾ പറയണ്ടല്ലോ, ഞാൻ എന്താണ് വീടിൻ്റെ പില്ലറാണെന്ന് പറയണ്ടേ. അപ്പോൾ ആ പില്ലർ ഒരു സ്ത്രീയുമായിട്ടാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്, ഒരു വുമണ്ണായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതെന്താണ്? അപ്പോൾ അത് മെറ്റഫറാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ ഫസ്റ്റിലെ 3 ലൈൻസും എന്താണ്? മെറ്റഫറാണ്. പിന്നെ പറഞ്ഞതാണ് അനാസ്ട്രോഫി. അനാസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നമ്മൾ തിരിച്ചിട്ടിട്ട് പറയുക, ഇൻവേർഷൻ മെത്തേഡിൽ നമ്മൾ പറയുന്നത്, അതിനെയാണ് അനാസ്ട്രോഫി എന്ന് പറയുന്നത്. അല്ല സെക്കൻഡ് ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസിൽ സെക്കൻഡ് ലൈന് അനാസ്ട്രോഫിയാണ്. ദ കീസ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. അതെന്താണ്? തിരിച്ചിട്ടിട്ടാണ് പറഞ്ഞത്. അതെന്താണ്? അപ്പോൾ അനാസ്ട്രോഫിയാണ്. പിന്നെ പറയുന്നത് വിഷ്വൽ ഇമേജസ് ആണ്. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ഇമേജസ് ആണ് വിഷ്വൽ ഇമേജസ്. ഇതിൽ നമുക്ക് വിഷ്വൽ ഇമേജസ് പില്ലേഴ്സായി വരുന്നുണ്ട്. പില്ലേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് പില്ലർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലത് വരും, പില്ലറിൻ്റെ ഒരു പിക്ചർ. അപ്പോൾ പില്ലേഴ്സ് ഉണ്ട്, ഹൗസ് ഉണ്ട്, കീ സ്റ്റോൺസ് ഉണ്ട്, ആർച്ച് ഉണ്ട്, റൂഫ് ഉണ്ട്, വാൾ ഉണ്ട്. ഇതൊക്കെ ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസിൽ വരുന്ന വിഷ്വൽ ഇമേജസ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസിലേക്ക് കടക്കാം. I am the fire upon the hearth, I am the light of the good sun, I am the heat that warms the earth, which else were colder than a stone. എന്താ പറയണത്? ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്. ഹെർത്തിലെ ഫയറാണ് ഞാൻ. ഹെർത്ത് എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നാണ് മീനിങ്. അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാർട്ടൂണിസ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അടുപ്പിൻ്റെ കാര്യമാണ് ഇവിടെ പറയണത്. ഞാൻ ഇമേജ് ഞാൻ കൊടുക്കാം. അപ്പോൾ ആ ഒരു അടുപ്പിൽ ഫയറാണ് ഞാൻ, അഗ്നിയാണ് ഞാൻ.
പിന്നെ പറയുന്നത് എന്താണ്? ഐ ആം ദ ലൈറ്റ് ഓഫ് ദി ഗുഡ് സൺ. സണ്ണിൻ്റെ ലൈറ്റാണ് ഞാൻ. സൂര്യൻ്റെ കടുത്ത ചൂടിനല്ല പറയണത്, ലൈറ്റ് ഓഫ് ദി ഗുഡ് സൺ എന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലേക്കുള്ള ആ ഒരു ടൈമിലുള്ള ആ ഒരു ലൈറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ. പിന്നെ പറയുന്നത് എന്താണ്? ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഈ ഭൂമിയെ ഊഷ്മളമാക്കുന്ന ഒരു ചൂടാണ് ഞാൻ. വിച്ച് എൽസ് വേർ ഹോട്ടർ ദൻ എ സ്റ്റോൺ. സൂര്യനില്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമിയിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലിനേക്കാളും തണുപ്പുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു ഫാമിലിക്ക് വേണ്ട സ്നേഹവും കരുതലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു സ്ത്രീ അവിടെ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ വരികളിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ, സെക്കൻഡ് സ്റ്റാൻസയിൽ വരുന്ന പോയറ്റിക് ഡിവൈസുകൾ നമുക്ക് നോക്കാം. മെറ്റഫർ വരുന്നുണ്ട്. ഫസ്റ്റത്തെ വരുന്ന ആ 3 ലൈൻസ് ഉണ്ടല്ലോ, ആ ലൈൻസിലൊക്കെ മെറ്റഫറാണ് വരുന്നത്. പിന്നെ വരുന്നത് അസോണൻസ് വരുന്നുണ്ട്. അസോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൗവൽ സൗണ്ട്സ് വരുന്ന വാക്കുകളെ നമ്മൾ അസോണൻസ് എന്നാണ് പറയുക. അപ്പോൾ അതും വരുന്നുണ്ട്. ഐ ആം ദി ഫയർ എന്നൊക്കെ പറയണ്ടല്ലോ, അതൊക്കെ അസോണൻസ് ആണ്. അതുപോലെ തന്നെ ഐ ആം ദ ലൈറ്റ്, അതും അസോണൻസ് ആണ്. പിന്നെ പറയുന്നത് അനാഫോറയാണ് പറയണത്. അതും ആ ഫസ്റ്റിലെ 3 ലൈൻസാണ് അനാഫോറ. അനാഫോറ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത വരികളിലുള്ള സെയിം വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന തൊട്ടടുത്ത വരികളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു വേർഡ്സ് അല്ലെങ്കിൽ ഫ്രെയിമിനൊക്കെ നമ്മൾ അനാഫോറ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ അയാം എന്നൊക്കെ വരുന്നുണ്ടല്ലോ, തൊട്ടടുത്ത വരികളിൽ തന്നെ ഫസ്റ്റിൽ തന്നെ നമുക്ക് അയാം ഇങ്ങനെ വരുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ഒരു സ്റ്റാൻസിൽ നോക്കി നോക്കുമോ, ആ 3 ലൈൻസിൽ അയാം എന്ന് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? അത് അനാഫോറയാണ്. പിന്നെ വിഷ്വൽ ഇമേജസ് വരുന്നുണ്ട്. ഇവിടെ ഫയർ വരുന്നുണ്ട്, ഹെർത്ത് വരുന്നുണ്ട്, ലൈറ്റ്, സണ്ണ്, എർത്ത്, സ്റ്റോൺ, ഇതൊക്കെ വിഷ്വൽ ഇമേജസ് ആണ്. പിന്നെ റൈം സ്കീം വരുന്നുണ്ട്. റൈം സ്കീം ഇവിടെ എ ബി എന്നുള്ള ആ ഒരു റൈം സ്കീമിലാണ് വരുന്നത്. ഫസ്റ്റത്തെ സ്റ്റാൻസ ഒഴിച്ച് ഈ കവിതയിൽ വരുന്ന ബാക്കി എല്ലാ സ്റ്റാൻസയിലും റൈം സ്കീം എ ബി എന്നാണ്. പിന്നെ റൈമിങ് വേർഡ്സ് വരുന്നുണ്ട്. ഇവിടെ ഹെർത്ത് വരുന്നുണ്ട്, ഹെർത്ത്, എർത്ത്, പിന്നെ സണ്ണ്, സ്റ്റോൺ, ഇതിവിടെ റൈമിങ് വേർഡ്സ് ആണ്. പിന്നെ ടാക്റ്റിക്കൽ ഇമേജസ് വരുന്നുണ്ട്. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതിന് നമ്മൾ ടാക്റ്റിക്കൽ ഇമേജസ് എന്നാണ് പറയുക. ഇവിടെ നമുക്ക് ടച്ച് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൂടെ അറിയാൻ പറ്റുന്ന ഇമേജസ് നമ്മൾ ടാക്റ്റിക്കൽ ഇമേജ് എന്ന് പറയുക. ഇവിടെ നമ്മൾ സണ്ണ്, ഹീറ്റ്, ദാറ്റ് വാംസ് ദ എർത്ത്, കോൾഡർ ദൻ എ സ്റ്റോൺ, അതൊക്കെ എന്താണ്? ടാക്റ്റിക്കൽ ഇമേജാണ്. ഇനി തേർഡ് സ്റ്റാൻസ് നോക്കാം. അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്, ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് അലീവ്, വിത്തൗട്ട് മീ കോൾഡ് ദ ഹെർത്ത് സ്റ്റോൺ സ്റ്റാൻസ്, നോർ കുഡ് ദ പ്രീഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. എന്താണ് ആ ഫസ്റ്റ് വരിയിൽ പറയണത്? അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്. എൻ്റെ അരികിലാണ് കുട്ടികൾ അവരുടെ കൈകളൊക്കെ ചൂടാക്കുന്നത്. അതായത് തണുപ്പിൽ നിന്നിട്ട് കുട്ടികളുടെ കൈകളൊക്കെ ചൂടാക്കുന്നത് എൻ്റെ അരികിൽ നിന്നിട്ടാണ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് അലീവ്. ഞാൻ അവരുടെ സ്നേഹത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താ? വിത്തൗട്ട് മീ കോൾഡ് ദ ഹെർത്ത് സ്റ്റോൺ സ്റ്റാൻസ്. ഫയർ എന്ന ഞാൻ ഇല്ലെങ്കിൽ ഹെർത്ത് സ്റ്റോണ് തണുത്തിരിക്കും. ഇന്നത്തെ വരിയിൽ നമ്മൾ പറഞ്ഞില്ലേ, എന്താണ്? ഹെർത്തിലെ ഫയറാണ് ഞാൻ, അങ്ങനെ പറഞ്ഞില്ലേ നമ്മളൊരു വരിയിൽ. എന്താണ് അവിടെ? അപ്പോൾ ഫയർ എന്ന ഞാൻ ഇല്ലെങ്കിൽ ഹെർത്തിലെ സ്റ്റോൺസ് അവിടെ തണുത്തിരിക്കും. തീയില്ലെങ്കിൽ അടുപ്പിലെ കല്ലുകളൊക്കെ അവിടെ തണുത്തിരിക്കുമെന്നാണ് പറയുന്നത്. പിന്നത്തെ വരിയിൽ പറയുന്നത് എന്താ? നോർ കുഡ് ദ പ്രീഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. ത്രൈവ് എന്ന് പറഞ്ഞാൽ ഗ്രോ ചെയ്യും, അങ്ങനെ ഒരു മീനിങ് ആണ് വരുന്നത്. ത്രൈവ് എന്ന് പറയുന്നതാണ് ഗ്രോ എന്നാണ് അർത്ഥം. അപ്പം ഞാനില്ലെങ്കിൽ കുട്ടികൾക്ക് നിലനിൽക്കാനോ വളരാനോ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇത് ശരിയാണല്ലേ? അമ്മമാരില്ലെങ്കിൽ കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവരൊക്കെ അമ്മമാരെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം ഞാനില്ലെങ്കിൽ കുട്ടികൾക്ക് വളരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു സ്റ്റാൻസിൽ വരുന്ന പോയറ്റിക് ഡിവൈസസ് നോക്കാം. മെറ്റഫേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റിലെ ലൈൻസിലാണ് മെറ്റഫേഴ്സ് വരുന്നത്. ഫസ്റ്റ് വരുന്ന ആ ഒരു 3 ലൈൻസ് ഉണ്ട്, അതിലാണ് മെറ്റഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്താണ്? വിഷ്വൽ ഇമേജസ് വരുന്നുണ്ട്. ഹാൻഡ്സ്, ലൈറ്റ്, ഹെർത്ത് സ്റ്റോണ്, ചിൽഡ്രൻ, അങ്ങനെ വിഷ്വൽ ഇമേജസ് വരുന്നുണ്ട്. പിന്നെ ടാക്റ്റിക്കൽ ഇമേജ് വരുന്നുണ്ട്. ചിൽഡ്രൻ വാംസ് ദെയർ ഹാൻഡ്സ്, കോൾഡ് ദ ഹെർത്ത് സ്റ്റോൺ സ്റ്റാൻസ്.
റൈമിംഗ് വേർഡ്സ് വരുന്നുണ്ട്. ഹാൻഡ്സ്, സ്റ്റാൻഡ്സ്, അലൈവ്, ത്രൈവ്. പിന്നെ കോൺസണൻസ് വരുന്നുണ്ട്. എന്താണ് കോൺസണൻസ് പറഞ്ഞാൽ? അതായത് സെയിം കോൺസണൻ്റ് സൗണ്ട് വരിക, ഒരേ സൗണ്ട് തന്നെ വരിക, അതിനെയാണ് കോൺസണൻറ്റ് സൗണ്ട് എന്ന് പറയുക. തുടർച്ചയായിട്ട് ആ ഒരു സൗണ്ട് തന്നെ വരികയാണെങ്കിൽ നമ്മളതിനെ കോൺസണൻറ്റ് സൗണ്ട്സ് എന്നാണ് പറയുക. ഒരു ലൈനിൻ്റെ തുടക്കത്തിലും നടുവിലൊക്കെ ആയിട്ട് ഒരേ സൗണ്ട്സിൽ വരുന്ന വേർഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ കോൺസണൻസ് എന്നാണ് പറയുക. ഇവിടെ നമുക്ക് വരുന്നത് ലൈറ്റ് ഓഫ്, ലവ്, അലീവ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ല് വരുന്നുണ്ട്. ലൈറ്റിൽ എല്ല് വരുന്നുണ്ട്, ലവിൽ എല്ല് വരുന്നുണ്ട്, അലൈവിൽ എല്ല് വരുന്നുണ്ട്. തുടക്കത്തിൽ വരുന്നുണ്ട്, നടുക്കിൽ വരുന്നുണ്ട്, പിന്നെ എന്താണ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ വേറൊരു ലൈൻ വരുന്നുണ്ട്, ഹെർത്ത്, സ്റ്റോൺ, സ്റ്റാൻഡ്സ്, പ്രീഷ്യസ്, ചിൽഡ്രൻ, ത്രൈവ്. അതിലൊക്കെ ടി വരുന്നുണ്ട്. ട് 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 എന്നുള്ള ആ ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതും എന്താണ് കോൺസണൻസ് ആണ്. ഈ ഫോർത്ത് സ്റ്റാൻസ് നോക്കാം. ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് കാർഡ് റിംഗ് ദർ നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് ക്ലോസ് ടെതർ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്. അപ്പോൾ എന്താ പറയുന്നത്? ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ. ഐ ആം ദ ട്വിസ്റ്റ്, അതായത് ഇവിടെ എൻഗേജ്മെൻറ്റിൻ്റെ ഒക്കെ മോതിരമുണ്ടല്ലോ, അതിങ്ങനെ പിരിച്ചിട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നു. അതിനാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. എൻഗേജ്മെൻറ്റിൻ്റെ മോതിരം ഇടാറ് അങ്ങനെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെയാണ് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ആ ഒരു സ്നേഹത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിലെ ട്വിസ്റ്റാണ് ഞാൻ. മോതിരം ട്വിസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഇടുക, അപ്പോൾ അതിൽ ട്വിസ്റ്റാണ് ഞാൻ. എന്താ പറയണത്? ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് കാർഡ് റിംഗ്. കുട്ടികളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ട്വിസ്റ്റാണ് ഞാൻ, അങ്ങനെയും പറയുന്നുണ്ട്. പിന്നെ പറയണത് ദെയർ നോട്ട് ലവ് ഫ്രം ഹൂസ് ക്ലോസ് ടെതർ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്. എന്താണ് നോട്ട് ഓഫ് ലവ്? അതായത് സ്നേഹത്തിൻ്റെ ബന്ധനം എന്നാണ് അവിടെ പറയുന്നത്. ടെതർ എന്ന് പറഞ്ഞാൽ കയറ്, നൂല്, ചരട് അങ്ങനെയൊക്കെ പറയുന്ന ഒരർത്ഥമാണ് ടെതർ. അപ്പോൾ സ്നേഹം കൊണ്ട് കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. അതായത് കുട്ടികളെ തെറ്റിലേക്ക് പോകുമ്പോൾ അവരെ ഫാമിലിയെയും, കുട്ടികൾ തെറ്റിലേക്ക് പോകുമ്പോൾ അവരെ ആരെയൊക്കെ ഓർക്കും? ഫാമിലിയെയും അമ്മയെയും ഒക്കെ പറ്റിയിട്ട് അവർ ചിന്തിക്കില്ലേ? അങ്ങനെ സ്നേഹം കൊണ്ട് കുട്ടികളെ കെട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താ ഇവിടെ? നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്. അപ്പോൾ എന്താണ്? അപ്പോൾ അവിടെ ഒരു കുട്ടി പോലും അലഞ്ഞു തിരിഞ്ഞു പോകില്ല. കാരണം എന്താണ്? കുട്ടികളെ സ്നേഹം കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി അവിടെ എന്താണ്? അലഞ്ഞു തിരിഞ്ഞ് പോവില്ല എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ വരുന്ന പോയറ്റിക് ഡിവൈസസ് നമുക്ക് നോക്കാം. മെറ്റഫേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റത്തെ വരികളിലൊക്കെ മെറ്റഫേഴ്സ് വരുന്നുണ്ട്. ആ ഒരു 3 വരികളിലായിട്ട് മെറ്റഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് വിഷ്വൽ ഇമേജസ് ആണ്. ട്വിസ്റ്റ്, റിങ്, നോട്ട്, ടെതർ, ചൈൽഡ്, അതൊക്കെ എന്താണ്? വിഷ്വൽ ഇമേജസ് ആണ്. റൈമിംഗ് വേർഡ്സ് ഉണ്ട്. ടുഗദർ, ടെതർ, റിങ്, എ വാണ്ടറിങ് ഒക്കെ വരുന്നു. പിന്നെ അലിട്രേഷനാണ്. ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ഹൂസ് ക്ലോസ് എന്നൊക്കെ. അപ്പോൾ ട്വിസ്റ്റ്, ടുഗദർ ഒക്കെ ടി എന്നുള്ള ആ ഒരു വാക്ക് കേട്ടോ. അപ്പോൾ അസോണൻസ് വരുന്നുണ്ട്. ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് കാർഡ് റിങ്, അതെന്താണ്? അസോണൻസ് ആണ് വരുന്നത്. ഫിഫ്ത്ത് സ്റ്റാൻസിൽ എന്താ പറയുന്നത് നോക്കാം. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ് I deck the walls, the board I spread. I spin the curtain, wrap and woof, and shake the down to be their bed. അതായത് എന്താ പറയണത്? ഫസ്റ്റത്തെ ലൈനിൽ ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഫ്ലോർ തൊട്ട് റൂഫ് വരെ, നിലം തൊട്ട് എന്താണ് മുകൾ ഭാഗം വരെ, റൂഫ് വരെ ഞാനാണ് ഈ വീട്. അതായത് ഈ വീടെന്ന് പറഞ്ഞാൽ ഞാനാണ്, മൊത്തത്തിൽ അവരാണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഐ ഡെക്ക് ദ വാൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്. ഐ ഡെക്ക് ദ വോൾസ്, അതായത് വോളിനൊക്കെ അലങ്കരിക്കുക, അതാണ് പറയുന്നത്. വോളിനൊക്കെ അലങ്കരിക്കുന്നതും ഞാനാണ്. ഐ സ്പിൻ ദ കർട്ടൻസ്, റാപ്പ് ആൻഡ് വൂഫ്. കർട്ടൻ തുന്നുന്നതും ഞാനാണ്. റാപ്പ് ആൻഡ് വൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നുന്ന രീതി, അതിനെയാണ് റാപ്പ് ആൻഡ് വൂഫ്. കർട്ടൻ തുന്നുന്നതും ഞാനാണ്. വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നതും ഞാനാണ്. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദയർ ബെഡ്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഷേക്ക് ദ ഡൗൺ, അതായത് ഈ പക്ഷികളുടെ തൂവലെടുത്തിട്ട്, തൂവലൊക്കെ ഉണ്ടാവില്ല, അത് ആ സോഫ്റ്റ് തൂവലാവുമല്ലോ, അതിൽ ഈ ചെറിയ കുട്ടികളെയൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഈ അമ്മമാർ ചെയ്യുന്നത്. അതായത് കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടി ഞാൻ എൻ്റെ തൂവൽ പൊഴിച്ചാണ് ബെഡ് ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ് പറയുന്നത്.
അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ വരുന്ന പോയറ്റിക് ഡിവൈസസുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ വരികളിൽ മെറ്റഫേഴ്സ് ഉണ്ട്, പിന്നെ വിഷ്വൽ ഇമേജസ് വരുന്നുണ്ട്. ഹൗസ്, ഫ്ലോർ, റൂഫ്, വാൾസ്, ബോർഡ്, കർട്ടൻസ് ആൻഡ് ബെഡ്, അതൊക്കെ വിഷ്വൽ ഇമേജസ് ആണ്. പിന്നെ അനാഫോർ വരുന്നുണ്ട്. ആ 3 വരി, ഫസ്റ്റത്തെ 3 വരികൾ അനാഫോർ വരുന്നുണ്ട്. പിന്നെ റൈമിംഗ് വേർഡ്സ് വരുന്നുണ്ട്. റൂഫ്, ഹൂഫ്, സ്പ്രെഡ്, ബെഡ്, അങ്ങനെ. പിന്നെ കൺസോണൻസ് വരുന്നുണ്ട്. ഫ്രം, ഫ്ലോർ, ടു റൂഫ്, പിന്നെ ഡെക്ക് ദ വാൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്, അതൊക്കെ കൺസോണൻസ് ആണ്. പിന്നെ അലിട്രേഷൻ വരുന്നുണ്ട്. റാപ്പ് ആൻഡ് വൂഫ്, പിന്നെന്താ ടു ബി ദയർ ബെഡ്, അതൊക്കെ എന്താണ് അലിട്രേഷനാണ്. അതൊക്കെയാണ് ഇതിൽ പറയുന്ന പോയറ്റിക് ഡിവൈസുകൾ. ലാസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഐ എം ദെയർ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, ദെയർ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ, തോ ഹൂം എ വുമൻ ലൈഡ് ഇൻ എ മാങ്കർ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഈ ഒരു സ്റ്റാൻസയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മറ്റുള്ള സ്റ്റാൻസുകളെ പോലെയല്ല ലാസ്റ്റ് സ്റ്റാൻസ. എന്താണ് ഈ ലാസ്റ്റിലുള്ള ആ 2 വരികളിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വരികളാണ് ആ 2 വരികൾ, മറ്റുള്ള വരികളെ പോലെയല്ല. അപ്പോൾ അതാണ് ഈ സ്റ്റാൻസയുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് നോക്കാം. ഐ ആം ദെയർ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ അപകടത്തിൽ നിന്നും ഞാൻ അവരെ സംരക്ഷിക്കുന്നു, അതിലുള്ള വോളാണ് ഞാൻ. ദെയർ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ, കാറ്റിൽ നിന്നുമുള്ള മഞ്ഞിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നു, ആ ഡോറാണ് ഞാൻ. പിന്നെ പറയുന്നത് ദോ ഹൂം എ വുമൻ ലൈഡ് ഇൻ എ മാങ്കർ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഈ വരികളിലാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഒരു മാങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാങ്കർ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്കൊക്കെ വൈക്കോലും പുല്ലൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു കണ്ടെയ്നറാണ് മാങ്കർ എന്ന് പറയുന്നത്. ദോ ഹും എ വുമൻ ലൈഡ് ഇൻ എ മാങ്കർ, ഒരു മാങ്കറിൽ എന്നെ ഒരു സ്ത്രീ കിടത്തി. അതായത് ഇവിടെ എന്താ പറയുന്നത്? ജീസസ് ക്രിസ്റ്റിനെ കിടത്തിയ കാര്യമാണ് ഈ വരികളിൽ പറയുന്നത്. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, എൻ്റെ കുട്ടികൾ വളരുന്നത് വരെ, എൻ്റെ കുട്ടികൾ എന്താണ് വളരുന്നത് വരെ നീ എന്നെ എടുക്കല്ലേ. ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുട്ടികൾ വളരുന്നത് വരെ നീ എന്നെ എടുക്കല്ലേ, അതായത് എന്നെ മരണത്തിലേക്ക് വിടല്ലേ എന്നാണ് പറയുന്നത്. തൻ്റെ കുട്ടികൾ വളരെ ചെറിയ കുട്ടികളാണ്, അവർക്ക് വളർന്നു വരാൻ എൻ്റെ സഹായം അവർക്ക് വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് അവർ വളരുന്നത് വരെ എന്നെ മരണത്തിലേക്ക് നീ വിടല്ലേ എന്നാണ് പറയുന്നത്. ആ ഒരു വരിയോട് കൂടിയിട്ട് ഈ ഒരു പോയം അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ പോയറ്റിക് ഡിവൈസുകൾ നമുക്ക് നോക്കാം. മെറ്റഫേഴ്സ് വരുന്നുണ്ട് ഫസ്റ്റിൽ, പിന്നെ വിഷ്വൽ ഇമേജസ് വരുന്നുണ്ട്. ഇതൊക്കെ വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത് വാള്, ഡോറ്, സ്നോ, വുമൺ, മാങ്കർ, ചിൽഡ്രൻ. മെറ്റഫേഴ്സ് വരുന്നത് ഫസ്റ്റത്തെ ആ ഒരു 2 ലൈൻസിലാണ് വരുന്നത്. പിന്നെ ടാക്റ്റിക്കൽ ഇമേജസ് വരുന്നുണ്ട്, വിൻഡ്, സ്നോ. റൈമിംഗ് വേർഡ്സ് വരുന്നുണ്ട്, ഡേഞ്ചർ, മാങ്കർ, സ്നോ, ഗ്രോ. കോൺസണൻറ്റ് സൗണ്ട്സ് വരുന്നുണ്ട്, വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, പിന്നെ വിൻഡ് ആൻഡ് സ്നോ, ദോ ഹും എ വുമൺ, പിന്നെ ലൈഡ് ഇൻ എ മാങ്കർ, അവിടെയൊക്കെ എം എന്ന് വേണം വരുന്നത്. വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ എന്ന് പറയുന്നത് എൽ ആണ് വരുന്നത്. പിന്നെ വിൻഡ് ആൻഡ് സ്നോ അവിടെ എൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കോൺസണൻസ് ആണ്. അപ്പോൾ ഈ ഒരു പോയം ഇവിടെ അവസാനിച്ചു. ഈ പോയത്തിൽ പറയുന്നത് ഒരു അമ്മ കുട്ടികളെ എങ്ങനെയൊക്കെ സ്നേഹിക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു, ആ ഒരു കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു കുടുംബത്തിലില്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അതിനൊക്കെ പറ്റിയിട്ട് പറയുന്ന ഒരു നല്ലൊരു പോയമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പോയം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.